ഇപ്പോഴും പൂർണ്ണമായി അണഞ്ഞിട്ടില്ല. അതിർത്തികളിൽ സംഘർഷത്തിന്റെ പുക ഇന്നും ഉയരുകയാണ്. അത്തരമൊരു നിർണായക ഘട്ടത്തിൽ ലോക രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ വീണ്ടും ഇറാനിലേക്ക് തിരിയുകയാണ്. ഒരു വശത്ത് യുദ്ധത്തിന്റെ ആഘാതം, മറുവശത്ത് മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള രാജ്യങ്ങളുടെ ശ്രമങ്ങൾ. ആ ശ്രമങ്ങളുടെ ഭാഗമായി റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് എത്തിയിരിക്കുന്നത് 11 ടൺ ഭാരമുള്ള വമ്പൻ മാനുഷിക സഹായ കയറ്റുമതിയാണ്. അടിയന്തര മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ദുരിതാശ്വാസ സാമഗ്രികൾ, പ്രതിസന്ധി നേരിടുന്ന ജനങ്ങൾക്ക് അത്യാവശ്യമായ സാധനങ്ങളുമായി ഈ ഷിപ്മെന്റ് ഇറാന്റെ അസ്താര അതിർത്തിയിലൂടെ രാജ്യത്തേക്ക് പ്രവേശിച്ചു. ഇറാനും റഷ്യയും തമ്മിലുള്ള മാനുഷിക സഹകരണത്തിന്റെ പുതിയ അധ്യായമായി വിലയിരുത്തുന്ന ഈ നീക്കം എന്താണെന്ന് വിശദമായി നോക്കാം. റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് 11 ടൺ ഭാരമുള്ള മാനുഷിക സഹായ സാമഗ്രികൾ എത്തിച്ചെന്ന വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. യുദ്ധ സാഹചര്യത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ അടിയന്തര സഹായം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സഹായം കൈമാറിയിരിക്കുന്നത്. ഇറാനും റഷ്യയും തമ്മിലുള്ള മാനുഷിക സഹകരണത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം നടന്നതെന്നാണ് ഇറാനിയൻ അധികൃതർ വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയായ അസ്താര വഴിയാണ് ഈ സഹായ കയറ്റുമതി ഇറാനിലേക്ക് പ്രവേശിച്ചത്. ഈ സംഭവ വികാസം അന്താരാഷ്ട്ര തലത്തിൽ മാനുഷിക സഹായ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണയുടെ മറ്റൊരു ഉദാഹരണമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനിലെ അസ്താര കൗണ്ടി ഗവർണർ അലി ദർമാനിയാണ് ഈ സഹായ കയറ്റുമതിയുടെ വരവ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. യുദ്ധകാലത്ത് രാജ്യത്തിന് അടിയന്തരമായി ആവശ്യമായ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും ദുരിതാശ്വാസ സാമഗ്രികളും ഉൾപ്പെടെ വലിയൊരു ഷിപ്മെന്റാണ് റഷ്യയിൽ നിന്ന് എത്തിച്ചതെന്ന് അദ്ദേഹം അറിയിച്ചു. സഹായം രാജ്യത്തേക്ക് സുരക്ഷിതമായി പ്രവേശിച്ചുവെന്നും തുടർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. മെഹർ ന്യൂസ് ഏജൻസിയാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അസ്താര അതിർത്തിയിലൂടെ എത്തിയ ഈ സഹായ കയറ്റുമതി ഇറാനും റഷ്യയും തമ്മിലുള്ള മാനുഷിക സഹകരണത്തിന്റെ ഭാഗമാണെന്നും പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം നടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 11 ടൺ ഭാരമുള്ള ഈ ഷിപ്മെന്റിൽ അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിരവധി ആവശ്യ വസ്തുക്കളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവിധതരം മരുന്നുകൾ, ചികിത്സയ്ക്ക് ആവശ്യമായ മെഡിക്കൽ സാമഗ്രികൾ, അടിയന്തര സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന ആരോഗ്യ ഉപകരണങ്ങൾ, ദുരിതബാധിതർക്കായി തയ്യാറാക്കിയ സഹായ പാക്കേജുകൾ എന്നിവയാണ് പ്രധാനമായി ഇതിലുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ആശുപത്രികൾക്കും രക്ഷാപ്രവർത്തകർക്കും ഏറെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ സഹായം ക്രമീകരിച്ചിരിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. സഹായ സാമഗ്രികൾ രാജ്യത്തേക്ക് എത്തിയതിന് പിന്നാലെ ആവശ്യമായ എല്ലാ ഭരണപരമായ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുമെന്നും അസ്താര ഗവർണർ അറിയിച്ചു. കസ്റ്റംസ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം ഈ സാമഗ്രികൾ ഇറാന്റെ റെഡ് ക്രസന്റ് ദുരിതാശ്വാസ ശൃംഖലയിലേക്ക് കൈമാറും. തുടർന്ന് രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലേക്ക് ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ ഈ സഹായം വിതരണം ചെയ്യാനാണ് തീരുമാനം. അടിയന്തര ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് പുറമെ അടിസ്ഥാന മെഡിക്കൽ ഉപകരണങ്ങളും ഈ ഷിപ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. പരിക്കേറ്റവർക്കും രോഗബാധിതർക്കും ചികിത്സ നൽകുന്നതിനും ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിലനിർത്തുന്നതിനും ഈ സാമഗ്രികൾ നിർണായകമാണെന്നാണ് വിലയിരുത്തൽ. അതോടൊപ്പം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘങ്ങൾക്ക് ആവശ്യമായ വിവിധ ഉപകരണങ്ങളും സഹായ വസ്തുക്കളും ഇതിനോടൊപ്പം എത്തിയിട്ടുണ്ട്. ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് ഉടൻ വിതരണം ചെയ്യുന്നതിനായി തയ്യാറാക്കിയ അടിയന്തര ദുരിതാശ്വാസ പാക്കേജുകളും ഈ സഹായത്തിന്റെ പ്രധാന ഘടകമാണ്. ഭക്ഷ്യസഹായം, അടിസ്ഥാന ജീവിതോപാധികൾ, നിലനിർത്താൻ ആവശ്യമായ സാധനങ്ങൾ, ശുചിത്വ സാമഗ്രികൾ എന്നിവ ഉൾപ്പെടുന്ന പാക്കേജുകൾ വിവിധ മേഖലകളിലേക്ക് എത്തിക്കാനാണ് പദ്ധതി. യുദ്ധ സാഹചര്യത്തിൽ വീടുകളും ജീവിതോപാധികളും നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിനും മാനുഷിക സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനും ആവശ്യമായ മറ്റു ഉപകരണങ്ങളും ഈ ഷിപ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അലി ദർമാനി അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന റെഡ് ക്രസന്റ് സംഘങ്ങളുടെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിവിധ പ്രദേശങ്ങളിലേക്ക് അതിവേഗം സഹായം എത്തിക്കുന്നതിനും ഈ സാമഗ്രികൾ സഹായകരമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. മെഹർ ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഈ സഹായ കയറ്റുമതി ഇറാന്റെ റെഡ് ക്രസന്റ് അടിയന്തര പ്രതികരണ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവശ്യാനുസരണം സഹായം എത്തിക്കാനുള്ള സംവിധാനവും ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. യുദ്ധവും അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും തുടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര മാനുഷിക സഹകരണം കൂടുതൽ പ്രാധാന്യം ആർജിച്ചിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങൾ സഹായഹസ്തം നീട്ടുമ്പോൾ അതിന്റെ പ്രയോജനം നേരിട്ട് ലഭിക്കുന്നത് ദുരിതം അനുഭവിക്കുന്ന സാധാരണ ജനങ്ങൾക്കാണ്. റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് എത്തിയ ഈ 11 ടൺ സഹായ കയറ്റുമതിയും അതിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. അധികൃതരുടെ വാക്കുകൾ പ്രകാരം ഭരണ നടപടികൾ പൂർത്തിയായ ഉടൻ റെഡ് ക്രസന്റ് സംവിധാനത്തിലൂടെ രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലേക്ക് സഹായ സാമഗ്രികൾ വിതരണം ചെയ്യും. ആരോഗ്യരംഗത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ കരുത്തേകുന്ന ഈ സഹായം യുദ്ധ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അടിയന്തര ആശ്വാസം നൽകാനുള്ള ശ്രമങ്ങളിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷ.